DNA act as genetic material. For that, which all properties should be there to DNA? ഒരു DNA ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള പ്രോപ്പർട്ടീസ് വേണം, അല്ലെങ്കിൽ ഏതൊക്കെ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുന്ന ഒരു ബയോമോളിക്യൂളിനാണ് ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്നത്? അതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് DNA വേഴ്സസ് RNA എന്ന്. നമ്മൾ ഓൾറെഡി പിടിച്ചതാണ് DNA ഈസ് ദ ജനറ്റിക് മെറ്റീരിയൽ എന്ന്. പക്ഷേ DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് കണ്ടുപിടിച്ചത് ഏത് എക്സ്പെരിമെന്റിൽ നിന്നാണ്? ബാക്ടീരിയോഫേജും തമ്മിലുള്ള എക്സ്പെരിമെന്റിൽ നിന്നാണ് അല്ലെ. ചില ബാക്ടീരിയോഫേജസ് അല്ലെങ്കിൽ വൈറസസിന് RNA ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുണ്ട്. അപ്പൊ RNA ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യാൻ അതും ആ ജനറ്റിക് മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ടാവോ ഇല്ലയോ? എന്തുകൊണ്ടാണ് DNA തന്നെ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് എല്ലാ ഓർഗാനിസത്തിലും കാണുന്നത് എക്സെപ്റ്റ് ദ വൈറസസ്? അതെന്തുകൊണ്ടാണ്? എന്ത് പ്രോപ്പർട്ടിയാണ് DNA-ക്ക് ഇത്രയും അഡ്വാൻസ്മെന്റ് കൊടുക്കുന്നത് ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള ഒരു എന്താ പറയാ കൂടുതൽ അഡ്വാൻസ്മെന്റ് എന്താണ് DNA-യിലുള്ളതെന്നാണ് നമ്മൾ ഈ സെഷനിൽ പറയാൻ പോകുന്നത് കേട്ടോ. സോ ടു ഫുൾഫിൽ ദ ക്രൈറ്റീരിയ ടു ആക്ട് ആസ് എ ജനറ്റിക് മെറ്റീരിയൽ, ദാറ്റ് 4 criteria has to be fulfilled by the biomolecule. 4 criteria ഫുൾഫിൽ ചെയ്താലാണ് ഒരു ബയോമോളിക്യൂളിന് ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. Now we will see which are those criteria. ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. The first criteria that should be able to replicate. DNA can replicate, alle DNA replicate because we have studied the DNA complementarity of the DNA that will make us easy to design the opposite strand of the DNA even if we are getting single strand. അതായത് ഒരു DNA യുടെ സ്ട്രാൻഡ് നമ്മൾ ഇതേപോലെ ഒരു സ്ട്രാൻഡിലെ ATG ACTG ATGC ഇങ്ങനെ കുറെ ബേസസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത കോംപ്ലിമെന്ററി സ്ട്രാൻഡ് കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമാണ്. കാരണം എന്താ, എക്ക് കോംപ്ലിമെന്ററി ആയിട്ട് TCG TAGC AT TA GC CG ഇങ്ങനെ കോംപ്ലിമെന്ററി സ്ട്രാൻഡ് കോംപ്ലിമെന്ററി ന്യൂക്ലിയോടൈഡിന് നമ്മൾ എഴുതിയാൽ മതി അല്ലേ. So here the replication property of DNA, if you see, that is very clear. And in the case of RNA also can undergo replication. RNA ന്നും വേറെ ഒരു RNA synthesize ചെയ്യാം, കാരണം അതിനും complementary basis ഉള്ളതാണ്. So both the molecule DNA and RNA both will fulfill the criteria ability to replicate. Okay, now the second property, it should be there with the genetic material that is stable, that is structurally and chemically it should be stable. The DNA or RNA, it should be structurally and chemically stable to act as a genetic material എന്നാണ് പറയുന്നത്. ഇത് DNA-യുടെ കേസിൽ നമ്മൾ നോക്കിയാൽ the stability of the DNA is more as compared to RNA നമുക്ക് മനസ്സിലാവും അല്ലെ. DNA എങ്ങനെയാണ്? It is a double stranded structure. So the bases are not exposed. അവർ ഒരു ബേസും പുറത്തേക്ക് എക്സ്പോസ് ആയി നിൽക്കുന്നില്ല. എല്ലാ ബേസസും പെയർഡ് ആയിട്ടാണ് കാണുക. അതായത് അഡിനിൻ തൈമിനുമായിട്ട് പെയർ ചെയ്തിട്ടുണ്ടാവും, ഗ്വാനിൻ സൈറ്റോസിനുമായിട്ടും പെയർ ചെയ്തിട്ടുണ്ടാവും. അതേപോലെ നമുക്കറിയാം ബാക്ക് ബോൺ ഓഫ് DNA പറയുമ്പോൾ ഡിയോക്സി റൈബോ ഷുഗർ, അതിനകത്ത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വരുന്ന 3 പൊസിഷനിലാണ് അല്ലെ. ഒന്നാമത്തെ പൊസിഷനിൽ, പിന്നെ ഒരു 3ാമത്തെ പൊസിഷനിൽ, പിന്നെ 5ാമത്തെ പൊസിഷനിൽ. 1ാമത്തെ പൊസിഷനിൽ വരുന്ന റിയാക്റ്റീവ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അത് നൈട്രജൻ ബേസുമായിട്ട് ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. 3ാമത്തെ പൊസിഷനിൽ വരുന്ന ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അത് അടുത്ത ന്യൂക്ലിയോടൈഡിന്റെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പുമായിട്ട് ഫോസ്ഫോ ഡയസ്റ്റർ ലിങ്കേജ് ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. അതേപോലെ 5ാമത്തെ പൊസിഷനിൽ വരുന്ന ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ദാറ്റ് ഈസ് മേക്കിംഗ് ആൻ ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് വിത്ത് ഫോസ്ഫോറിക് ആസിഡ് അല്ലെ. അപ്പൊ ഈ 3 ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എങ്ങനെയാണ്? റിയാക്റ്റീവ് ഗ്രൂപ്പ് ആയിട്ടുള്ള 3 ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഇറ്റ് ഹാസ് ഓൾറെഡി ടേക്കൻ പാർട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് ദ ഡിഫറെന്റ് ബോണ്ട്സ് ലൈക്ക് ഗ്ലൈക്കോസിഡിക് ബോണ്ട്, ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് ആൻഡ് ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് അല്ലെ. ഈ 3 ബോണ്ട് ഫോർമേഷനിൽ അത് ടേക്ക് പാർട്ട് ചെയ്യുന്നില്ല. പക്ഷെ ഇൻ ദ കേസ് ഓഫ് റൈബോ ഷുഗറിൽ നമ്മൾ നോക്കിക്കേ, ഇറ്റ്സ് bases are exposed. അവരെ ബേസ് പെയർഡ് അല്ല അല്ലെ. അതേപോലെ we can see here I'm just writing bases, okay, any base it can be, and here we can see in the second position the hydroxyl group it is free, and even though this is attached with the next nucleotide, this one it is free, so this can make the reaction with other molecule അല്ലെ. അതേപോലെ if you see, if this is uracil,
Uracil, it is nothing but 5-methyl, thymine, it is nothing but 5-methyl uracil എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളേ. അതിന്റെ 5ാമത്തെ പൊസിഷനിൽ ഇരിക്കുന്ന കാർബൺ ആറ്റം it is ready to react with methyl group. അപ്പൊ യുറാസിൽ ആ RNA ഉള്ളതും അതിന്റെ സ്റ്റെബിലിറ്റി കുറയ്ക്കും. സോ RNA സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്. ഒന്ന്, RNA ബേസിസ് എല്ലാം എക്സ്പോസ്ഡ് ആണ്. പിന്നെ അതിനകത്ത് സെക്കൻഡ് കാർബൺ ആറ്റത്തിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഒന്നിലും ഒരു റിയാക്ഷനിലും ടേക്ക് പാർട്ട് ചെയ്യാത്തതുണ്ട്. സോ ഇറ്റ് ക്യാൻ ടേക്ക് പാർട്ട് ഇൻ അതർ കെമിക്കൽ റിയാക്ഷൻസ്. അതേപോലെ തന്നെ വി ക്യാൻ സി ദേ ഹാവ് യുറാസിൽ ഇൻസ്റ്റെഡ് ഓഫ് തൈമിൻ. ആൻഡ് യുറാസിലിന്റെ 5ാമത്തെ പൊസിഷനിലിരിക്കുന്ന കാർബൺ ആറ്റത്തിന് മീഥൈൽ ഗ്രൂപ്പുമായിട്ട് കമ്പൈൻ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. സോ ദ റിയാക്റ്റീവ് ഗ്രൂപ്പ് ഇൻ ദിസ് മോളിക്യൂൾ ഇറ്റ് ഈസ് മോർ ആസ് കമ്പയർഡ് ടു DNA. അപ്പൊ സ്റ്റെബിലിറ്റി കൂടുതൽ ആർക്കാണ്? DNA. ഇറ്റ് ഹാസ് മോർ DNA is more stable than RNA. RNA stability കുറവാണ്. Both of them will undergo replication. Both of them replicate. അല്ലേ? Now, next one, slow mutation for evolution. DNA ക്ക് mutation നടക്കണം. ചെറുതായിട്ടേ പക്ഷെ mutation നടക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് at a time if it undergo mutation, what happen? That will change the character itself. അല്ലേ? അല്ലെങ്കിൽ it may lead to the death of the organism itself. അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. ചെറിയ changes, it will accumulate small variation that will lead to the evolution. അപ്പൊ RNA കേസിൽ നോക്കിക്കേ, the mutation it can occur very fast. കാരണം എന്താ? റിയാക്റ്റീവ് ഗ്രൂപ്പ് കൂടുതലുള്ളിടത്ത് അല്ലെങ്കിൽ ബേസിസ് എക്സ്പോസ് ആയിട്ടുള്ളിടത്ത് the mutation it can easily hit. അല്ലെ? mutation easy ആയിട്ട് ഹിറ്റ് ചെയ്യും. So here we can say the mutation rate, if we see RNA, it will undergo more mutation as compared to DNA. RNA it can undergo saltation. Saltation എന്ന് പറഞ്ഞാൽ എന്താ? sudden mutation or group of mutation it will hit at a time that may lead to the death of the organism also. അപ്പൊ എവല്യൂഷന് പകരം ആ ഓർഗാനിസം ചിലപ്പോൾ ചത്തുപോവുമായിരിക്കും ചെയ്യാം. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം here the DNA it will undergo slow mutation as compared to RNA. അപ്പൊ ഇതിനകത്ത് ഏതാണ് ഫിറ്റ് ആയിട്ടുള്ള? DNA ആണ് ഫിറ്റ് ആയിട്ടുള്ള. ഇതിനകത്ത് ഏതാണ് ഫിറ്റ് ആയിട്ടുള്ള? DNA ആണ് ഫിറ്റ് ആയിട്ടുള്ള. Now next one, it should be able to express. ഇത് എക്സ്പ്രസ് ചെയ്യാൻ ഏബിൾ ആയിരിക്കണം. We have studied in central dogma of molecular biology. DNA it will undergo transcription to form RNA. RNA it will undergo translation to form protein. അല്ലെ? നോക്കിക്കേ, ഈ DNA RNA ആയിട്ട് മാറണം. RNA എന്തായിട്ട് മാറണം? പ്രോട്ടീൻ ആയിട്ട് മാറണം. So here RNA will be able to express easily. RNA ഈസി ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോളിക്യൂൾ ആണ് അല്ലെ? അപ്പൊ RNAക്ക് ഡയറക്റ്റ് ആയിട്ട് പ്രോട്ടീൻ ആയിട്ട് മാറാനുള്ള കഴിവുണ്ട്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ RNAക്കാണ് ആ എബിലിറ്റി കൂടുതലുള്ളത്. പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട്, നമുക്ക് സ്റ്റെബിലിറ്റിയും കൂടി കൺസിഡർ ചെയ്യുമ്പോൾ DNA ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ട്രാൻസ്ലേഷന് വേണ്ടിയിട്ട് നമ്മുടെ സൈറ്റോപ്ലാസത്തിലേക്ക് പ്രോട്ടീൻ ഫാക്ടറിയിലേക്കൊക്കെ എൻ്റർ ചെയ്താൽ എന്ത് പറ്റും? ആ മോളിക്യൂൾ വിച്ച് ഷുഡ് ആക്ട് ആസ് ജനറ്റിക് മെറ്റീരിയൽ വിൽ ഡിഗ്രേഡ്. അത് പെട്ടെന്ന് നശിച്ചു പോകും. അങ്ങനെ നശിച്ചു പോകുന്ന ഒരു മോളിക്യൂൾ നമുക്ക് ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പോ ഇത് even though it is able to express directly, it will be having very less stability and it will not be able to express like DNA. അവര് സ്വന്തമായിട്ട് നിലനിന്നുകൊണ്ട് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടി ആർക്കില്ല? RNAക്കില്ല. RNA എന്ത് ചെയ്യും? RNA ജസ്റ്റ് RNA ഡയറക്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നതുകൊണ്ട് ന്യൂക്ലിയസിന്റെ ഉള്ളിൽ നിന്ന് അതിന് പുറത്തിറങ്ങി പ്രോട്ടീൻ മെഷീനറിയുടെ അല്ലെങ്കിൽ പ്രോട്ടീൻ ഫാക്ടറിയുടെ അകത്ത് കയറിയിട്ട് വേണം അവർക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് അല്ലെ? അപ്പൊ ആ എക്സ്പ്രഷൻ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ RNA ഡിഗ്രേഡ് ആയി പോകും. അങ്ങനെ പാടില്ല. DNA ഇരിക്കേണ്ടടുത്ത് ഇരിക്കണം. കാരണം ദാറ്റ് ഈസ് ദ കൺട്രോളിംഗ് സെന്റർ ഓർ കിങ് ഓർ ദ ജനറ്റിക് മെറ്റീരിയൽ ഓഫ് എ ലിവിംഗ് ഓർഗാനിസം. അപ്പൊ ആ DNA RNA വഴി ട്രാൻസ്ക്രൈബ് ചെയ്ത് ട്രാൻസ്ലേഷൻ വഴി പ്രോട്ടീൻ ഉണ്ടാക്കുന്നതായിരിക്കും കൂടുതൽ ഉത്തമമായിട്ടുള്ളത്. സോ ഹിയർ വി ക്യാൻ സേ ദിസ് DNA in this case also, even though RNA is able to express directly, DNA is more good for this to act as genetic material because DNA it will not undergo easy degradation. അതേപോലെ വേറൊരു പ്രത്യേകതയുണ്ട്, RNA it will act as catalyst. RNAക്ക് എൻസൈം ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും അല്ലെ? RNA enzyme is called as ribozyme. RNA enzyme is called as ribozyme.
ഓക്കെ, ഈ റൈബോസൈമായിട്ട് ആക്ട് ചെയ്യുന്ന എന്തുകൊണ്ടാണ്? അവർക്ക് റിയാക്റ്റീവ് ഗ്രൂപ്പ് ഉള്ളതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ആക്ട് ചെയ്യാൻ പറ്റുന്നത്. അതൊക്കെ നമ്മുടെ RNAയുടെ സ്റ്റെബിലിറ്റി കുറയ്ക്കുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഈ എല്ലാ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സും വെച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ DNA ഈസ് ദ മോസ്റ്റ് ആപ്റ്റ് ബയോമോളിക്യൂൾ ടു ആക്ട് ആസ് ജനറ്റിക് മെറ്റീരിയൽ. ഏറ്റവും നല്ലത് DNA തന്നെയാണ്. ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യാൻ ഏറ്റവും നല്ലത് DNA തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാവും. അതേപോലെ നമ്മൾ പറഞ്ഞു RNA ക്യാൻ ഡയറക്ട്ലി എക്സ്പ്രസസ് ഇറ്റ്സ് ക്യാരക്ടർ. അതേപോലെ നമുക്ക് വേറൊരു കാര്യം കൂടി മനസ്സിലായി, RNA കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഉണ്ട്. അതേപോലെ വേറൊരു കാര്യം മനസ്സിലായി, ഈ 4 പോയിന്റ്സും ഒബേ ചെയ്യുന്ന ഒരു മോളിക്യൂൾ തന്നെയാണ് RNA. ഈ 4 പോയിന്റ്സും RNAയിൽ ഒബേ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെബിലിറ്റിയാണ്, അത് കുറവാണ് RNAക്ക്. അതാണ് RNA പുറന്തള്ളപ്പെടാൻ കാരണം. പക്ഷേ ഇന്ന് ഫസ്റ്റ് ജനറ്റിക് മെറ്റീരിയൽ ലിവിംഗ് വേൾഡിൽ ഉണ്ടായത് RNA ആയിരിക്കില്ലേ? യെസ്, ഓഫ് കോഴ്സ്. RNA വാസ് ദ ഫസ്റ്റ് ജനറ്റിക് മെറ്റീരിയൽ. ഇറ്റ് വാസ് പ്രസന്റ് ഓൺ ദ എർത്ത്. അതായത് ഈ ലിവിങ് നോൺ ലിവിങ്ങിന്റെ ഒരു ബ്രിഡ്ജ് ആണ് എന്ത്? വൈറസ്. വൈറസിന് ജനറ്റിക് മെറ്റീരിയൽ RNAയും ഉണ്ട്. വൈറസ് കണ്ടെയ്ൻ എയ്തർ DNA ഓർ RNA എന്നാണ് പറയുന്നത്. അപ്പൊ RNA ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് കാണുന്ന ഏത് ഓർഗാനിസത്തിലാണ്? വൈറസിലാണ്. ദാറ്റ് ഈസ് എ ബ്രിഡ്ജ് in between non-living and living എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ RNA previously it was able to act as genetic material. Because of that itself it will undergo, that organism were able to undergo large evolution at a time or it will undergo death. ചിലപ്പോൾ ചില എവല്യൂഷൻ ഒക്കെ നടക്കുമ്പോൾ ചില വേരിയേഷൻസ് അല്ലെങ്കിൽ ചില മ്യൂട്ടേഷൻസ് ഒക്കെ നടക്കുമ്പോൾ പെട്ടെന്ന് എവല്യൂഷൻ നടക്കാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അത് ചത്തുപോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് വൈറസ് അധികം നാള്, അതായത് see here those kind of molecule, those kind of organism which has RNA as the genetic material, they will be able to survive for very short period of time എന്നാണ് പറയുന്നത്. അപ്പൊ RNA ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട്, ഫസ്റ്റ് ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള ഒരു കാരണം എന്താന്ന് വെച്ചാല്, നമ്മുടെ പ്രിമിറ്റീവ് വേൾഡില് അല്ലെങ്കിൽ നമ്മുടെ എയർലി എർത്തിൽ ലിവിങ് ഓർഗാനിസം ഉണ്ടാവുന്നതിന് മുമ്പ് ഈ ലിപ്പിഡ് മോളിക്യൂളും അതുപോലെ പ്രോട്ടീൻ മോളിക്യൂളും അതെല്ലാം കൂടി അക്യുമുലേറ്റ് ചെയ്തിട്ട് എങ്ങനെയോ കുറച്ച് ന്യൂക്ലിയോടൈഡ്സ് അല്ലെങ്കിൽ ന്യൂക്ലിക് ആസിഡ്, ഇറ്റ് വാസ് ട്രാപ്ഡ് ഇൻസൈഡ് എ ബിഗ് മോളിക്യൂൾ which was surrounded with this lipid, and this molecule, this nucleic acid which was trapped inside that pocket like structure, if it is able to act as a catalyst also, they will be able to promote the replication process. അല്ലെ, റിപ്ലിക്കേഷൻ പ്രോസസ് എന്ന് പറയുന്നത് എന്താ? അവിടെ കാണുന്ന ന്യൂക്ലിയോടൈഡിനെയൊക്കെ കൂട്ടി യോജിപ്പിച്ച് കോംപ്ലിമെന്ററി സ്ട്രാൻഡ് ഉണ്ടാക്കാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് ഉള്ളിലുള്ള ന്യൂക്ലിക് ആസിഡിനെ വീണ്ടും കൂട്ടാനുള്ള കഴിവുണ്ടാവും. അതെന്തുകൊണ്ടാ? ആ RNAയുടെ എൻസൈമാറ്റിക് പ്രോപ്പർട്ടി കൊണ്ടാണ്. RNA കൂടുതൽ റിയാക്റ്റീവ് ആയതുകൊണ്ടാണ്. ഇതൊക്കെ കൊണ്ടാണ് RNA വേൾഡ് ഉണ്ടായിരുന്നു. Then after that it has undergone modification and it has attained more stability and it became as DNA. ഇത് മോഡിഫിക്കേഷൻ നടന്ന് കൂടുതൽ സ്റ്റെബിലിറ്റി ഉണ്ടായി. എവല്യൂഷൻ നടന്ന സമയത്ത് this genetic material it has changed as DNA molecule that we are seeing in the whole living organism except obligate parasite. Obligate parasite നെ നമ്മൾ the bridge between living and non living എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് I say DNA is the genetic material in all living organisms എന്ന് പറഞ്ഞത്. അപ്പൊ RNA വേൾഡിൽ നമ്മൾ നോക്കിയാൽ RNA ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോളിക്യൂളാണ് RNA എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ ആ ഫസ്റ്റ് സെഷൻ പഠിച്ചപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു there are different types of RNAs as messenger RNA, transfer RNA or adapter RNA, and we studied ribosomal RNA or rRNA, and we studied the RNA can act as catalyst. അപ്പൊ നമ്മുടെ ബോഡിയിൽ RNA ഉണ്ട്, പക്ഷെ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യുന്ന എന്താണ്? DNA ആണ്. RNA it is doing some other function, even it is acting as a mediator in between DNA and its expression. DNAയുടെയും അതിന്റെ എക്സ്പ്രഷന്റെയും മീഡിയേറ്റർ ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്, RNA ആക്ട് ചെയ്യുന്നുണ്ട്. So RNA has equal importance, but RNA world from where the DNA it was modified for acting as a genetic material, we said that is all about the RNA world it has given in the textbook. Okay, ഇനി ഇതിന്റെ അടുത്ത സെഷനിൽ നമുക്ക് പഠിക്കാനുള്ള റിപ്ലിക്കേഷൻ ആണ്. Okay, that we will see in the next session.